നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളില്? Fill in the blanks with the correct words from within the brackets. Page number 28 completed, I think. Please all of you mute yourself. Mute ചെയ്തൊക്കെ വേറെ സൗണ്ടുകളൊക്കെ വരുന്നു. ഓക്കെ, നമ്മൾ എവിടെ എത്തി? പേജ് നമ്പർ 29 സെറ്റിംഗ് ദ ടൈം ആൻഡ് ഡേറ്റ് അല്ലേ? സെറ്റിംഗ് ടൈം ആൻഡ് ഡേറ്റ് അല്ലേ ഇനി എടുക്കേണ്ടത്? ഓക്കെ, ആഷിൻ. ഓക്കെ, എന്താ വാട്ട് ഹാപ്പൻഡ് ആഷിൻ? ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞ. ടീച്ചർ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. പകുതി കഴിഞ്ഞു, പകുതിയല്ല മുക്കാലും ആയി. ഇനി ക്വസ്റ്റ്യൻസ് മാത്രമേ ടൈപ്പ് ചെയ്യാണ്ടു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഫോർവേഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്രിസ്റ്റി സിൻഡോ, can you hear? കേൾക്കുന്നുണ്ടോ? മോൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്ന ഇവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ ഇനി സെറ്റിംഗ് ദ ടൈം ആൻഡ് ഡേറ്റ്. ഓക്കെ, വെരി സേറ. ഓക്കെ, സേറ ജോയിൻ ചെയ്യുന്ന കണ്ടായിരുന്നു. അല്ല, അഗസ്റ്റിൻ സൂര്യദേവ്, ശ്രീദേവ്, സൂര്യദേവ്, ആദിദേവ്. ഞാൻ ഫസ്റ്റ് അറ്റൻഡൻസ് ഒന്ന് വിളിക്കട്ടെ. ശ്രീദേവ് കൃഷ്ണ, ക്രിസ്റ്റി സിൻറ്റോ, ആരോൺ കെ അജിത്ത്, മുഹമ്മദ് ഷമീൽ, ആഷിന്, ഷഫി ഷാജൻ, ദേവാഞ്ജന, സിനാൻ, സേറ, മുഹമ്മദ് നിഹാൽ, ആൻഡ്രോസ് പ്രിൻസ്, ഫാത്തിമ മെഹ്ഫൂസ, സൂര്യദേവ്, കൃപ മേരി, സെബ, അൽന അഗസ്റ്റിൻ ആൻഡ് ദേവപ്രിയ. ഓക്കെ, ഇത്രയും പേരല്ലേ? ഇനി ആരെങ്കിലും പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. Okay, we shall start now. Setting the time and date. I hope you all know to set the time and the date and all in your mobiles. If you have purchased a new mobile and you have switched off and removed the battery of mobile, you have to reset the time and the date and all. I hope you all know how to change the date and how to set the time and all. Am I correct? Do you all know to change the time and date of the mobile? If you have purchased a new mobile, you have to reset the time and you have to reset the date. They have set the time and the date in the mobiles as they have manufactured. നിങ്ങൾ ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ നിങ്ങൾ ടൈം, ഡേറ്റ് ഇതൊക്കെ റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവോ? പുതിയ മൊബൈൽ എപ്പോഴെങ്കിലും എടുത്ത് പണിതിട്ടുണ്ടോ? ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? I hope your mummies don't know, but you may be knowing. നിങ്ങളുടെ അമ്മമാർക്ക് അറിയില്ലായിരിക്കും പുതിയ മൊബൈലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സെറ്റിംഗ് അതിൽ ചെയ്യണമെന്ന്. ബട്ട് യു മേ ബി നോയിങ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഓർ ഇഫ് യു ഹാവ് സ്വിച്ച്ഡ് ഓഫ് ദ മൊബൈൽ ആൻഡ് യു ഹാവ് റിമൂവ്ഡ് ദ ബാറ്ററി ഫ്രം ദ മൊബൈൽ ആൻഡ് അഗെയിൻ യു ഹാവ് റീപ്ലഗ്ഡ് ദ ബാറ്ററി ആൻഡ് റീഅറേഞ്ച്ഡ് ദ ബാറ്ററി, then they will ask you to set the time and the date and all. ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ബാറ്ററി ഊരിയിട്ട് മൊബൈൽ എപ്പോഴെങ്കിലും പഴയ മൊബൈലൊക്കെ ആയിട്ടാണെങ്കിൽ ബാറ്ററി ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഡേറ്റും ടൈമും എല്ലാം റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ മമ്മിമാര് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ അങ്ങനെ ചെയ്യാൻ തന്നിട്ടുണ്ടോ? ആരെങ്കിലും പ്ലീസ് റൈസ് ദ ഹാൻഡ് ഇഫ് യു ഹാവ് ഡൺ ലൈക്ക് ദാറ്റ് വേ. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ മൊബൈലിൽ ഡേറ്റ്, ടൈം ഒക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം, ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബാറ്ററി ഇട്ട് ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മളോട് ടൈം ഒക്കെ ചോദിക്കും. അപ്പോൾ അതിലുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഫോൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരായിട്ട്, അതായത് കമ്പനി തന്നെ സെറ്റ് ചെയ്ത ഒരു ടൈമും ഒരു ഡേറ്റും അപ്പം വരുള്ളൂ. പിന്നെ നമ്മൾക്ക് അത് ചിലപ്പോൾ ഇപ്പം 2020 ആയി, ദാറ്റ് മേ ബി 2011 ഓർ 2016, 15 ലൈക്ക് ദാറ്റ് വേ ഇയറും അതിന്റെ ടൈമും ആയിരിക്കും സെറ്റ് ചെയ്ത സമയത്ത്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സമയത്തുള്ള ടൈമും ഒക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ട 2020. If today if you have switched off your mobile and if you have removed the battery, then you have to reset all that. അതിനകത്ത് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Then you have to reset 2020 22nd September and now the time is already 11:12.
It may be like that. You have to set it. Do you know to set that like that way? Okay, they will ask options. We have to just type and we have to click on then okay. Like the same way in computer also we have to set the time and date and all. Now I can see the time. After each period, I will see. I will come after the next for the next period. When I come, I will see whether what is the time. I have to start the class at correctly at 1 o'clock, isn't it? 1 o'clock class start. 12:55 I will be present here and I will check whether what is the time and when should I start the class, when I have to click for a start and all. എപ്പോഴാണ് ക്ലിക്ക് ചെയ്യേണ്ടെങ്കിൽ ടൈം നോക്കിയിരിക്കും. എപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നോക്കി നമ്മൾ കറക്റ്റ് ടൈം. പക്ഷേ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റീസെറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിന് ടൈമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഐ ഹോപ്പ് യു മൈറ്റ് ഹാവ് ഡൺ ഇറ്റ് ഇൻ യുവർ മൊബൈൽസ്. ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും 1-2 പേര് ഹൈ ഒന്ന് കാണിച്ചായിരുന്നു യെസ് എന്ന് പറഞ്ഞ്. പലപ്പോഴും പേരൻസ് നിങ്ങളുടെ കയ്യിൽ മൊബൈല് ഇത്തരം പരികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് തരാറില്ല. എനിവേ, ഹൗ ടു സെറ്റ് ദ ടൈം ആൻഡ് ഡേറ്റ് ഇൻ കമ്പ്യൂട്ടർ. Have you ever noticed the time that appears on the right hand side bottom corner of the desktop on the taskbar? Here Devapriya is sitting. Devapriya, I hope if you are attending the class with a laptop or desktop computer. How many of you are attending the class now with the help of a laptop or a desktop computer? Please raise the hand. Ashin. Then who else? Only Ashin is attending the class with a laptop. No, Shafi. Anybody else? ഇനി ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ലാപ്ടോപ്പിൽ? സെബ, സിനാനോ മൊബൈലിലായിരിക്കും അല്ലേ? ഓക്കെ, just you can see at the corner of the computer or laptop, the time is set there and date also is there. Can you see? ഇപ്പൊ കമ്പ്യൂട്ടറിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ആ കമ്പ്യൂട്ടറിന്റെ താഴെ റൈറ്റ് സൈഡില് റൈറ്റ് കോർണറിൽ നോക്കിയേ ഡേറ്റും ടൈമും ഒക്കെ കണ്ടോ? ദേവപ്രിയ, can you show me which one is the date and time? Yeah. In my lab, time is 1:15 p.m. and 22nd September 20. ഇങ്ങനെ എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ല കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് ഇപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ ഉണ്ടോ? ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ ഇൻ യുവർ മൊബൈൽ ഓൾസോ സെയിം തിങ്. Maybe it may be on the top corner. മൊബൈലിൽ ടോപ്പിലായിരിക്കും ടൈം ഉള്ളത്. ആണോ? നിങ്ങളുടെ മൊബൈലിലൊക്കെ നോക്കി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മൊബൈലിൽ നോക്കി അതിൽ ടൈം ഉണ്ടോന്നോ? ഓക്കെ, ഫാത്തിമ മെഹഫൂസ, ടൈം ഉണ്ടോ നിന്റെ മൊബൈലിലെ മോളെ? ഓക്കെ, എല്ലാവരുടെയും ഉണ്ട് അല്ലേ? ഓക്കെ, ടൈം ആൻഡ് ഡേറ്റ് ഈസ് സെറ്റ് there. Okay. There is a clock in the computer that keeps track of the date and time even when the computer is switched off. Windows use the date and time to identify when each file is created and saved. See, we have installed a software in computer or laptop and all. So അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോക്കിലുള്ള ടൈം അനുസരിച്ച് ഈവൻ ദ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ഈസ് സ്വിച്ച്ഡ് ഓഫ്, ഇറ്റ് വിൽ വർക്ക്. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും വർക്ക് ചെയ്യും. നമ്മുടെ മൊബൈലും അങ്ങനെ തന്നെയാണ് അല്ലേ? ഈ മൊബൈലിൽ ചാർജ് ഒന്നും ഇല്ലാതെ പിന്നെ മൊബൈലിൽ ചാർജ് ഇല്ലാതെ മൊബൈൽ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വെൻ യു റീചാർജ് ഇറ്റ് ടൈം വിൽ ബി അഗെയിൻ. പിന്നെ നമ്മൾ ഇത് ടൈം സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അതിലൊരു ക്ലോക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇഫ് യു റിമൂവ് ദ ബാറ്ററി വി ഹാവ് ടു റീസെറ്റ് ദ ടൈം. മൊബൈലിലാണെങ്കിലും നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഓഫ് ആണെങ്കിലും ഇപ്പോൾ സപ്പോസ് ചാർജ് തീർന്നു പോയിട്ട് നമ്മൾ മൊബൈൽ ഓഫ് ആയിട്ട് നാളെ ചാർജിനിട്ട് ഫുള്ള് ചാർജ് ആകുക ആ സമയത്താണെങ്കിൽ പോലും നമ്മുടെ മൊബൈലിൽ ടൈം ക്ലോക്ക് വർക്കായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ബട്ട് ഇഫ് യു റിമൂവ് ദ ബാറ്ററി ഓഫ് ദാറ്റ് മൊബൈൽ വി ഹാവ് ടു റീസെറ്റ് ടൈം. ഇതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്, the clock which is set in that computer or lap will be working. മനസ്സിലായോ?
വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സ്വിച്ച് ഓൺ. ഇന്ന് നമ്മളിപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞത് ഓഫ് ചെയ്ത് വെക്കും. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം or after the use you will switch off the computer. But after next day or after 5 days, even if you switch on the computer or laptop, the clock will show the correct time and the date. So a calendar also is set in computer. ഇതിലൊരു calendar ഉണ്ടാകും. Okay. And this will help us to find the time and the date on which or at what time we have created a file on that computer. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തൊരു ഫയല് എന്ന് ഏത് ദിവസം അതായത് ഏത് വർഷം ഏത് ഡേറ്റിന് ക്രിയേറ്റ് ചെയ്തു അത് ഏത് ടൈമിൽ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. Now if I open this computer's file, I can see a file of many files that have been created years back. 2018, 2015 ക്രിയേറ്റ് ചെയ്ത ഫയലുകളൊക്കെ ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഈവൻ അതർവൈസ് ഇഫ് ഇൻ യുവർ മൊബൈൽ ഓൾസോ യു ക്യാൻ സീ. നിങ്ങൾ ഒരു വീഡിയോ എന്ന് പിടിച്ചു 2 years ബാക്ക്, 2 വർഷം മുന്നേ പിടിച്ച വീഡിയോ, നിങ്ങളുടെ മൊബൈൽ അന്ന് പിടിച്ച വീഡിയോ, അതായത് നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതേ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നിങ്ങൾ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 years അല്ല. നൗ ഹൗ ഓൾഡ് ആർ യു? ഐ ഹോപ്പ് യു ആർ 9 years 10 years ഓൾഡ്. അത്രയും വർഷം മുന്നേ ഉള്ള മൊബൈൽ ആണെങ്കിൽ അത്രയും വർഷം മുന്നേ നിങ്ങൾ പിടിച്ച വീഡിയോസ് ആ ഡേറ്റ് സഹിതം ഉണ്ടാകും നിങ്ങളുടെ ഇതില്. ഫയൽസ് ക്രിയേറ്റഡ് ഓൺ ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, that is because the computer and mobiles are having calendar and clock in that computer or mobile. Okay. Windows use the date and time to identify when each file is created and saved. And എനിക്കറിയാം എൻ്റെ മൊബൈലിലുള്ള മെമ്മറി കാർഡ് എന്ന് പറയുന്നത് അതിനകത്ത് കുറേ സോങ്സ് ഒക്കെ ഉണ്ട്, ഡിവോഷണൽ സോങ്സ് ഒക്കെ ഉണ്ട്, ഡിവോഷണൽ സോങ്സ് ആൻഡ് വീഡിയോസ്. അപ്പൊ ആ വീഡിയോസിലൊക്കെ ആണെങ്കിൽ അത് എത്രയാ 2011, 2012 ക്രിയേറ്റ് അത് ആ മെമ്മറി കാർഡിലേക്ക് ആക്കിയേക്കുന്ന പാട്ടുകളൊക്കെയാണ്. അപ്പൊ ആ ഡേറ്റ് ഒക്കെ ഉണ്ട് അതിനകത്ത്. നമ്മൾ എപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഡേറ്റ് ഒക്കെ അതിലുണ്ടാകും. ഓക്കെ. കൃപ, ആർ യു ഫീലിംഗ് സ്ലീപ്പി? Are you feeling sleepy, my dear? Are you not well? കൃപ സുഖമില്ലേ? പനി വല്ലതും ഉണ്ടോ മോൾക്ക്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? If you are unwell, you can take rest. Or if you are feeling sleepy, please go and wash the face. Okay. Okay, see here. ഇവിടെ നമ്മുടെ പേജ് നമ്പർ 29 displaying the clock. Double click on the time on taskbar. This opens the date and the time properties of the dialog box. Here when I clicked on my time schedule, here it is opened 1:20:51 PM Tuesday, September 22, 2020 and calendar ഇവിടെ കാണുന്നുണ്ട്. എനിക്കത് കാണിച്ചു തരാൻ ഇപ്പൊ ഇതിനകത്തൊരു ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ, wait a minute. എന്തായാലും നോക്കട്ടെ പറ്റുമോന്ന്. വരയ്ക്കരുത് കേട്ടോ. എന്തെങ്കിലും കാണുന്നുണ്ടോ ഇവിടെ? Can you see anything? ഓക്കെ, ഇവിടെ കാണുന്നത്. പക്ഷെ ഇത് ഗൂഗിളിന്റെ ഓപ്പൺ ആയേക്കുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല.
ഓക്കെ, എനിക്ക് ഇതിനകത്ത് അത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, now see the figure, page number 29 ൽ തന്നിരിക്കുന്നത് setting the date, displaying the clock, double click on the time on the task bar. താഴെ നമ്മുടെ താഴെയുള്ള ടാസ്ക് ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിൽ ടൈമും ഡേറ്റും ഒക്കെ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലാബ് കമ്പ്യൂട്ടർ ഉള്ളവർക്ക്, ഇപ്പൊ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം. ദിസ് ഓപ്പൺസ് ദ ഡേറ്റ് ആൻഡ് ടൈം പ്രോപ്പർട്ടീസ് ഡയലോഗ് ബോക്സ്. അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് കാണും. നിങ്ങൾ ഇപ്പൊ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫോളോ സ്റ്റെപ്സ് ഗിവൻ ബിലോ ടു സെറ്റ് ദ ഡേറ്റ് ആൻഡ് ഓൺ എ കമ്പ്യൂട്ടർ. ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നു. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ടൈം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതായത് ഡേറ്റ് ഫസ്റ്റ് ഇവിടെ സെലക്ട് ദ മന്ത് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഹിയർ സെപ്റ്റംബർ ഇറ്റ് ഈസ് റിട്ടൺ. ഓൾറെഡി സെപ്റ്റംബർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ആ സെപ്റ്റംബറിൽ അതിന്റെ അവിടെ ഇങ്ങനെ ഒരു മാർക്ക് കണ്ടോ നിങ്ങൾ, ബ്ലാക്ക് കളറിലെ? ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കുക, പേജ് നമ്പർ 29 ഉണ്ടോ? ഇപ്പോൾ ഓഗസ്റ്റ് വന്നുണ്ടോ? നമുക്കത് സെപ്റ്റംബറിലേക്ക് തന്നെ ആക്കണമെങ്കിൽ സെപ്റ്റംബറിൽ വന്നു. ഇനി നമുക്ക് ഡേറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, സെപ്റ്റംബർ ഇങ്ങനെ വന്നു. Okay, if you click on that, അവിടെ ക്ലിക്ക് ചെയ്ത സെപ്റ്റംബർ നമുക്ക് താഴോട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ വരും. ഇനി മുകളിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബറിന് തൊട്ട് മുന്നേ ഉള്ള മാസം വരും. നമുക്ക് അങ്ങനെ മാസം ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അവിടെ 2009 തന്നിട്ടുണ്ട്. അവിടെ 2 ആരോ മാർക്സ് ഉണ്ടോ? ഒന്ന് മുകളിലോട്ടോ ഒന്ന് താഴോട്ടും കാണുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കില്? 2009 ആണ് തന്നിരിക്കുന്നത്. അവിടെ 2 ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് 2020 ആണ് വേണമെങ്കിൽ മുകളിലത്തെ ക്ലിക്ക് ചെയ്യണം. ദെൻ 2010, 11, 12 ലൈക്ക് ദാറ്റ് വേ 2020 ആകും. ഇനി നമുക്ക് 2018 കലണ്ടർ, ഇതിൽ നിന്ന് നമുക്ക് കലണ്ടർ എടുക്കാൻ പറ്റും. അപ്പം 2009 ഇപ്പം 2000 നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ 2021 ക്ലിക്ക് ഔട്ട് ക്ലിക്ക്. ഇനി അതിൽ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. ഓൾറെഡി 16 ആണ് തന്നിട്ട്. ക്ലിക്ക് ഓൺ ദി ഡേറ്റ് ഓൺ ദ കലണ്ടർ. ഇപ്പൊ ഇവിടെ 16 തന്നു. ഇപ്പൊ സപ്പോസ് നമുക്ക് 2020 സെപ്റ്റംബർ 22 ആണ് ടുഡേസ് ഡേറ്റ്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ടേക്ക് ദാറ്റ് ഡേറ്റ്, സി ഇതൊരു പ്രത്യേകത ഞാൻ കാണുന്നത്. സിനാന്, ഷെഫി, ഷാജൻ, നിഹാല്, നോട്ട് നിഹാല്, ഷംവീല്, ആൻഡ്രോസ് പ്രിൻസ്. ഇൻ മൈ കമ്പ്യൂട്ടർ ദേ 4 ആർ ഇൻ വൺ സെയിം ലൈന്, സെയിം റോ, ഒരേ റോയിൽ തന്നെയാണ്. സിനാന്, ഷെഫി, ഷംവീല്, ആൻഡ്രോസ് പ്രിൻസ്. ആൻഡ് all these 4 are wearing rose color dress. സീനാന്, ഷെഫി, ഷമീല്, റോസ് പ്രിൻസ്, ആൻഡ്രോസ് ഒരേ ലൈനിലാണ്. 4 പേരും ഒരേ കളറിലെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. താഴെ വന്ന അൽന പിന്നെ അടുത്ത ലൈനിലേക്ക് വന്നു ഒരേ കളർ. വെരി ഫണ്ടാസ്റ്റിക്. ഓക്കെ, വെരി ഗുഡ്. ഷെഫിക്ക് പറഞ്ഞതും എല്ലാം മനസ്സിലായോ? ഷെഫി ഇങ്ങനെ എന്തോ നോക്കിയിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കേട്ടോ മോളെ? ഓക്കെ, സീനാന് വല്ലതും കേട്ടോ? ഒരു മൂവ്മെന്റും ഇല്ല, ഒരു എക്സ്പ്രഷനും ഇല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, ഷോൺ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് ഇപ്പം ഇതിൽ തന്നിരിക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ 2009, സെപ്റ്റംബർ 16 ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ടുഡേസ് ഡേറ്റ് ഈസ് 22. അപ്പൊ സിനാൻ പോയി ഇതിനകത്ത്. ഇപ്പം സിനാൻ മുകളിലോട്ട് പോയില്ല. ഓക്കെ ഓക്കെ ടുഡേസ് ഡേറ്റ് ഈസ് സെപ്റ്റംബർ 22 ആൻഡ് 2020 ആണ് അല്ലേ? അപ്പോൾ ഈ ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന് താഴെ റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് കോർണറിൽ ബോട്ടം ഡേറ്റ് ടൈം ഒക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ദെയർ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ദെൻ there date, time, year, everything is there. Calendar also is there.
Then we have to first have to go and click on the month. ഏത് month ആണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. It's already given there September. Now we want only September തന്നെ. നമുക്കിപ്പോൾ സെപ്റ്റംബർ തന്നെയാണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഒന്നും ചെയ്യണ്ട. Okay. Then go to the year. Year there is two options. Two small arrow mark is given. ആ രണ്ട് ആരോ മാർക്കും അവിടെ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 2009 ആയതുകൊണ്ട് നമ്മൾ മേലത്തെ കൊടുക്കുക. അപ്പോൾ 2010, 2011, 2012 ലൈക്ക് ടിൽ 2020 വി ഹാവ് ടു ക്ലിക്ക്. 2020 ആകുന്ന വരെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് date. We want to change the date. It is already given on 16th only. What is today's date? Today's date is 22nd. So go and click on 22nd. 22nd പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 22nd വന്നിരിക്കുന്നത് ട്യൂസ്ഡേ ആണ്. കറക്റ്റ് ട്യൂസ്ഡേ തന്നെ വന്നിരിക്കുന്നു. മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ isn't it? ഇവിടെ 22nd സെപ്റ്റംബർ comes on Tuesday 2009. അപ്പോൾ 22nd ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇപ്പുറത്ത് ക്ലോക്ക് ഉണ്ട്. കം ടു ദ ക്ലോക്ക്. താഴെ അവിടെ ടൈം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടൈം ഗിവൺ there? 10:23:51 AM. This is 24 hours clock. ഇവിടെ തന്നിരിക്കുന്ന 24 hours ക്ലോക്കിലാണ്. അവിടെ നമുക്ക് ടൈം ചേഞ്ച് ചെയ്യാം. അവിടെ നമുക്ക് ആരോ മാർക്സ് ഡൗൺ ആൻഡ് അപ്വേർഡ്സ് രണ്ടിലും തന്നിട്ടുണ്ട് അല്ലേ? അതിൽ നോക്കുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ടൈം ഫസ്റ്റ് 10ൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വാട്ട് ഈസ് ദ ടൈം നൗ? 01 ആക്കണം. നെക്സ്റ്റ് 23. നമുക്ക് ഇവിടെ എൻ്റെ ക്ലോക്കിൽ ഇപ്പോൾ 29 ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ടൈം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. 29. ഓക്കെ, 29 and 51 seconds. അത് എന്തു ആയിക്കോട്ടെ, അത് വലിയ പ്രശ്നമില്ല. AM or PM. ഇപ്പൊ നമുക്ക് AM ആണോ PM ആണോ മക്കളെ? Now AM or PM? Those who say AM please raise the hand. Those who say AM. ഓ ആരുമില്ല, നല്ല മക്കള്. Those who say PM please raise the hand. All. Sinan, AM or PM? And Alna raised the hand. Okay. And sorry, Aaron K. Ajit. Aaron, can you hear? Are you stuck? Kelkundanda mone? You didn't raise the hand. That's what I'm asking. Okay, good. Which one you say? AM or PM? PM. Okay. So, അങ്ങനെ നമുക്ക് ടൈം ചെയ്യാം. ലാസ്റ്റ് ഇതെല്ലാം ചെയ്തതിന് ശേഷം താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ. അപ്ലൈ എന്നൊരു ഓപ്ഷൻ കണ്ടോ? Okay. Then we have to click on that apply. After that we have to click on OK. Apply click ചെയ്താൽ മാത്രം പോരാ, then OK ലും ക്ലിക്ക് ചെയ്യണം. Then the new time and date is set. Date, time, year, everything is set then. നമുക്ക് ചേഞ്ച് ചെയ്യാനെല്ലാം ചെയ്തതിന് ശേഷം click on apply and then OK. And take next page number 30. Same thing only. Setting time. ഇപ്പം നമ്മൾ ടൈം അപ്പുറത്തെ പേജിൽ ഡേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ ടൈമും കൂടെ സെറ്റ് ചെയ്യാം. Follow the steps given below to set the time on the computer. The same method തന്നെയാണ്. To change the hour, double click on the hour and then click on the arrows to increase the. ഇപ്പം ഇവിടെ ആദ്യം നമ്മൾ 10 മണി എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ആ 10ൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഏതാണോ ടൈം തന്നിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ തന്നിരിക്കുന്നത്. സോ ഡബിൾ ക്ലിക്ക് ഓൺ ദാറ്റ്, then we can click on that arrow mark. If you want to change the time to higher number, you have to click on that up arrow mark. And if you want to change 10 to 9 or 8 like that way, we have to click on down arrow mark. 11, 12 ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ മേളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. മേളത്തിലേക്കുള്ള ആരോ മാർക്കിൽ താഴോട്ട്, അതായത് 10 തന്നിരിക്കുന്നത്. Now if you want to change into 6 ആക്കണമെങ്കിൽ താഴേക്കുള്ള ആരോ മാർക്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് അതിനുശേഷം 26 തന്നിരിക്കൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മിനിറ്റ് എത്ര മിനിറ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഹവേഴ്സ് തന്നിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഗോ ടു ദ ടൈം വിച്ച് ഇസ് ഗിവൺ ഇൻഡിക്കേറ്റിംഗ് ദ minutes. Then if it is given 26 there, if you want to change it to 45, ഈ പറഞ്ഞതുപോലെ ആ 26ൽ ഡബിൾ ക്ലിക്ക് അടിച്ചതിന് ശേഷം ആരോ മാർക്കിൽ പോയിട്ട് ഹയർ ആണ് വേണ്ടതെങ്കിൽ അപ്പിലേക്കുള്ളതും ലോയർ ടൈം ആണ് വേണ്ടതെങ്കിൽ താഴോട്ടുള്ള ആരോ മാർക്കിലും ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് 24 എന്ന് പറയുമ്പോൾ അവിടെ സെക്കൻഡിനാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഒന്നും വലിയ കാര്യമായിട്ട് മാറ്റേണ്ടതായിട്ട് വരുന്നില്ല അല്ലേ?
സാരമില്ല എന്ന് വെക്കാം. ഇനി വേണമെങ്കിൽ മാറ്റണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡബിൾ ക്ലിക്ക് ആൻഡ് ദെൻ സെക്കൻഡ് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അവസാനം പിന്നെ AM ഓർ PM, AM ആണോ PM ആണോ എന്നുള്ളതിൽ അതിൽ AM എന്നാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് there, then automatically it will have 2 options only, on maybe AM or PM, only 2 options. So അതിൽ ഓട്ടോമാറ്റിക് ഒന്നെങ്കിൽ AM ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ PM വരും. ഇനി അതെല്ലാം മാറിപ്പോയതാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും AM തന്നെ വരും. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പുറത്ത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓക്കെ, സോ ന്യൂ ടൈം വിൽ ബി സെറ്റ്. നെക്സ്റ്റ്, using Windows accessories. Windows has many accessories. Accessories are small useful programs that help you in your work. Accessories include calculator, netpad, wordpad, paint, and so on. You have already learned about MS Paint programs in your previous classes. Let us learn about some other accessories. I think last year students, last year those who studied here in Trulight in Padiyodchal, I have shown you, I have brought the laptop and I showed you how to color change and all. കളറിംഗ് ഒക്കെ നിങ്ങളെ കാണിച്ചെന്ന് ഓർക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളുടെയൊക്കെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിൽ ഒട്ടിച്ചു വെച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ മക്കളെ? കഴിഞ്ഞ വർഷം ട്രൂ ലൈറ്റിൽ പാടിയോട്ടിച്ചാലിലെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഓർക്കുന്നില്ലേ? ഓക്കെ, അതുപോലെ പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പെയിന്റ്. നിങ്ങൾ വരച്ചിട്ട് പെയിന്റ് ചെയ്യുന്നൊക്കെ കാണിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. സോ സ്മോൾ പ്രോഗ്രാംസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ നോൺ ആസ് ആക്സസറീസ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ അങ്ങനെ കുറേ പ്രോഗ്രാംസുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല, കാണുന്നില്ല. എനിവേ കമ്പ്യൂട്ടർ ഉള്ളവർക്കറിയാം, ഇനി നിങ്ങൾ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ അതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, വിൻഡോസ് ഹാസ് മെനി ആക്സസറീസ്. ആക്സസറീസ് മീൻസ് they are small useful programs that help our work in the computer. For example, calculator, netpad, wordpad, calendar, അങ്ങനെയുള്ളത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ ഡു യു നോ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? ഷമീൽ, ഡു യു നോ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? കേട്ടില്ല, അവിടെ അമ്മേനെ ചിരിച്ചു കാണിച്ചോണ്ടിരുന്നു. ഷമീൽ, ഡു യു നോ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? യെസ് ഓർ നോ? Yes or no, Shamil? Yes. Yes. When is your birthday? Please tell. Date of birth. Date of birth you tell me. February. January or February? February. February 22. 22. Which year you were born? Don't know. Don't know. Okay. Next, Sridev Krishna. Sridev, do you know your date of birth? Means including year, date of year also. March 3. March 3, year? 2011. 2011. 2011 എന്നല്ലേ പറഞ്ഞത്? അതോ 13? 11. Yes. 11. Okay. Do you know on which day you were born? ഏത് ദിവസമായിരുന്നു അതെന്നറിയാവോ? Sunday or Monday, Tuesday, Wednesday, Thursday, Friday, Saturday? Budan. Are you sure? Yes. Yes. Your mommy tells, I think. Okay. Okay, good, good, very good. And here, Suryadeva, do you know your date of birth? Only 1 minute is left, please, fastly. Do you know your date of birth? February 4th. February 4th, which year? 2011. 2011. February 4th, 2011. On which day, you know? Sunday or Monday? Don't know. Okay, okay. Don't ask mommy now. Next, Devanjana. Devanjana is raising the hand. Please, please, fastly. നമ്മുടെ ടൈം തീർന്നു. Less than 1 minute. കട്ടാവേ. ഞാൻ പറഞ്ഞ എന്താ? ദേവാഞ്ജന വേഗം പറഞ്ഞ മോളെ. അലിനെയൊക്കെ കൈ പൊക്കി പിടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും വേഗം പറ. March 15th. March 15th. Which year? 2011. Which day?
Saturday. Saturday. Are you sure? Okay. Yes. എനിവേ ഞാൻ ക്ലാസ് തീരാറായി, നമ്മുടെ ടൈം ക്ലാസ് കട്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കണമെങ്കിൽ മെനി ഓഫ് യു ഡോണ്ട് നോ ഐ തിങ്ക്. ഇപ്പം ആരെങ്കിലും ഒക്കെ മമ്മി പറഞ്ഞ് സഹായിച്ചിട്ടുണ്ടാകും, പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പ്